എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഈ പോത്തുകല്ലുകാരനായ സഖാവ് എം സ്വരാജ്, ഈ നാട്ടുകാരൻ, ഈ നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും സംഭാവന ചെയ്ത ഈ നാടിന്റെ അഭിമാനമായ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ്. ജയിക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പൊ ഒരു വർഷത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഷത്തിൽ താഴെ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഈ നാട് ചിന്തിക്കുക എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന ഒരു MLA വേണോ? അല്ല, പ്രതിപക്ഷത്ത് പോയി ഈ സതീശൻ പറയുന്നതിന് കൊഞ്ഞനം കുത്തുന്ന, ചാടിക്കളിക്കുന്ന, തുള്ളിക്കളിക്കുന്ന ഒരു MLA വേണോ? അത്യാവശ്യം വകതിരിവുള്ള ജനങ്ങൾ ചിന്തിക്കും. ജയിക്കാനുള്ള 1-2 ഫാക്ടർ എന്തായിരിക്കും? ഈ മണ്ഡലത്തിലെ ഒരു വികസന കാര്യങ്ങളിലുള്ള ഒരു ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അവരാഗ്രഹിക്കുന്നത് പോലെ ഇപ്പൊ നമ്മുടെ മുമ്പിലൂടെ പോകുന്ന റോഡ് മാത്രം നോക്കിയാൽ പോരെ? ഒരു കോഴിമുട്ട അവിടെ നിന്ന് ഉരുട്ടിയാൽ ഇപ്പുറത്ത് എത്തും. അങ്ങനെയുള്ള മികച്ച റോഡ് ഇവർക്ക് കണി കാണാൻ പറ്റാത്ത, ഈ നാട് ചിന്തിക്കാത്ത തരത്തിലുള്ള വികസനമാണ് ഈ നാട്ടിൽ. ഹൈവേ MLA മാത്രമല്ലല്ലോ, MLA ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന MLA, സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ MLA രാജിവെച്ചതിന് ശേഷമാണ് 222 കോടി രൂപ ഈ ബൈപ്പാസിന് വേണ്ടി നിലമ്പൂരിൽ അനുവദിച്ചത് ഗവൺമെന്റ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഇടതുപക്ഷത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. MLA ജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു കൂട്ടായ നേതൃത്വം, ഞങ്ങളുടെ പ്രകടന പത്രിക അതെല്ലാം മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക. പിന്നെ ഇവിടെ വന്യജീവി പ്രശ്നം മറ്റൊക്കെ പറഞ്ഞു. ഈ ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടാത്ത ഒരു MP, ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ മണ്ഡലത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലെല്ലാം ഇടപെടുന്നുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? എങ്കിൽ പിന്നെ സർക്കാരിന്റെ വിലയിരുത്തലാന്ന് പറയാൻ എന്തോ ഒരു ധൈര്യമില്ലാത്തതെന്ന്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം പറയും, സ്വരാജിന്റെ മികവ് പറയും. ഈ നാട് ആ മികവിനെ, ആ പ്രതിഭയെ അംഗീകരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് ഞങ്ങൾ ജയിച്ചിരിക്കും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. UDF പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. UDF പ്രതിനിധി പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷൻ ഒക്കെ കൊടുത്തത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഭരണകാലത്ത്, ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ ഭരണകാലത്ത് കൊടുത്തിനെന്താണ്? ആൺകുട്ടികൾ ഒന്നും ഇല്ലാത്ത 55 വയസ്സായവർക്ക് 40 കുറച്ച് പെൻഷൻ കൊടുത്തിരുന്നു. പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരെ കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. രണ്ടാമത് അതിന് അവിടെ നിൽക്കികളെ നിങ്ങൾ ആരാ നമുക്കറിയാം, അവിടെ നിൽക്കേ. വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ. രണ്ടാമത് ഇവിടെ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ നേരത്തെ 7.5 കോടി റുപ്യാണ് അന്ന് കേരള നിയമസഭയിൽ 80 പാസ്സാക്കിയത്. അന്ന് അതിനനുസരിച്ച് സംസാരിച്ച ആള് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഓർമ്മ ഉണ്ട്. ആണോ? ഭയങ്കര. രണ്ടാമത് അതിനെ സീതാജിനെ പിന്താക്കി സംസാരിച്ചത് കരുണാകരന. കൊടുക്കാൻ പാടില്ല, രാഷ്ട്ര കേരളം കടത്തൽ കൊടുക്കും പറഞ്ഞ് പ്രസംഗിച്ച ആള് കരുണാകരന. അതിനൊന്നും ഇല്ലേ? എന്നിട്ട് നിങ്ങൾ കൊടുത്തു. ഈ പൊള്ള് ചാനലിൽ ആണെങ്കിൽ ഈ പൊള്ള് പറയണത് ഒരു പരിധി വേണം. കാക്ക മേടിക്കുന്ന വയോജന പെൻഷന്റെ പേരെന്താ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ പേരേതായാലും ഒരിടതുപക്ഷക്കാരനും ഇവിടെ ഇടില്ല. പിന്നെ കർഷക തൊഴിലാളി പെൻഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കുമ്പോ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാ? ആര്യാട് മുഹമ്മദ്. ഉറക്കെ പറ, ആര്യാട് മുഹമ്മദ്. അങ്ങനെ പറ. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത് നീയാ. കാക്കയ്ക്ക് മറുപടി പറയട്ടെ. വേണ്ട, കണ്ടാത്തോണ്ട. ആകെ പറഞ്ഞു ഏതാ? ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കാലത്ത് പെൻഷൻ കൊടുക്കണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞാൽ 80-ന് മുമ്പാണ്. ആ കാലത്ത് പെൻഷൻ ഉണ്ട്. അപ്പൊ ഈ രാജ്യത്ത് പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് ആരാണ്? അതും കോൺഗ്രസ് ആണ് എന്നുള്ളത് ആ കാക്കയുടെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി അത് പോട്ടെ. ഇനി അടുത്ത കാര്യം അന്ന് ഈ ആര്യാട് മുഹമ്മദ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഇത് പ്രഖ്യാപിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്താ?
കെ എം മാണി ശരി 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 അപ്പൊ ഓക്കേ, അതുകൊണ്ട് വേറെ വേറെ കാക്ക മൈക്കിൽ പറഞ്ഞതിൽ തന്നെ എല്ലാം വ്യക്താ. ചമ്മി ഇവിടെ നിന്നാ പോരെ. സ്ഥാനാർത്ഥിന്റെ മഹിമ പറഞ്ഞു ഇവിടെ വസീഫ് ഭയങ്കര യുവജനാണ് മറ്റാണ്. ഇതേ സ്ഥാനാർത്ഥിനെ CPM-കാർ തന്നെ ഏരിയ കമ്മിറ്റിക്ക് മത്സരിച്ചപ്പോ 2004 എങ്ങനെ തോൽപ്പിച്ചു? ഇവിടെ സംഭവികൾ ഇടതും വലതും പോയിട്ട് STP സ്ഥാനാർത്ഥി. ഓഹോ ഇവരുടെ ആ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത, അവരൊക്കെ വെറുക്കുന്ന ഒരു സംഘടനയാണ്. SDPI ആണോ? SDPI ആണോ? SDPI ആണോ? അപ്പൊ നിങ്ങൾ പലയിടത്തും സഹകരിച്ചിട്ടുള്ളതോ? അതെന്തിനാണ് ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. അതെങ്ങനെയാണ്? മലപ്പുറത്തുണ്ട്, പത്തനംതിട്ടയില് മലപ്പുറത്തുണ്ടായിട്ടില്ലേ? ഒരു സഹകരണവും ഉണ്ട്. നിങ്ങൾ പറയുന്നത് ഏതോ പ്രാദേശികമായി എവിടെയോ നടന്ന എന്തോ നമ്മളൊരു പഞ്ചായത്തിലല്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അയ്യപ്പദാസേ, നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനോരമയുടെ പ്രതിനിധി ശരി തന്നെയാ, പക്ഷെ ഒരു പൊതു നിലപാടിന്റെ ഭാഗമായിട്ട് നിൽക്കണം. നിങ്ങളൊരു ആങ്കറായി നിൽക്കുന്ന സമയത്ത് നിഷ്പക്ഷമായി നിൽക്കണം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സംസ്ഥാന നേതാക്കൾ എല്ലാ കാലത്തും ഈ തീവ്രവാദ നിലപാടെടുക്കുന്നവരോട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധവും ഞങ്ങളുടെ വിയോജിപ്പും ഞങ്ങളുടെ എതിർപ്പും പറയാറില്ല. എങ്കിൽ പിന്നെ ഒരാളുടെ പിന്തുണ കൊണ്ടെങ്കിലും അത് കറക്റ്റാണ്. അതെ അതെ. ഈ സമയത്ത് ഏതോ ഒരു വാർഡിൽ അല്ലെങ്കിൽ എവിടെയോ ഏതെങ്കിലും ഒരാൾ ഒരു നീക്കുപോക്കോ എന്തോ നടന്നു, അത് ഞങ്ങൾ പാടില്ലല്ലോ. സംഘടനാ നടപടിയെടുത്ത് ഞങ്ങൾ അവിടെ എല്ലാം അവസാനിപ്പിക്കാറുണ്ട്. ശരി, ശ്രീ ശിവശങ്കർ, ഈ റൗണ്ടിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു കാൻഡിഡേറ്റ് എങ്ങനെ വന്നു എന്ന് ആലോചിക്കണം. അപ്പോ ആദ്യമായിട്ട് സ്വരാജിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞ എന്താ? സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പങ്കെടുക്കുന്നില്ല, കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം എന്ന് BJP അല്ല പറഞ്ഞത്, CPM-ന്റെ സെക്രട്ടറിയാ പറഞ്ഞത്. അടുത്തത്, യുദ്ധത്തിനെ കുറിച്ച് പാർട്ടിക്ക് അഭിപ്രായമില്ല. എന്ത് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല പാർട്ടിയുടെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നത് ഇത് കുരുതി കൊടുത്തതാ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും ഈ പറയുന്ന ഗോവിന്ദന്റെ രാഷ്ട്രീയവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ശക്തിയായ തിരിച്ചടി തന്നെയായിരിക്കും. ഒരു സംശയമില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഈ വികസനം, ഇപ്പോ വസീഫൊക്കെ പറയുന്ന വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിഴക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങി നടന്നപ്പോ ഇത് ശബരിമലയിൽ കൂടെ പോകുമെന്ന് വിചാരിച്ചത്, അത്രയേറെ മരത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ റോഡ്, ഒരു ടാറ് പോയിട്ട് കോഴിമുട്ട വേണ്ട, ടയറ് കറങ്ങുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള റോഡുകളുമുണ്ട്. വസീഫ് ഇതിൽ കൂടെ പോകൊണ്ട് മാത്രം കാണാത്തത്, അത്തരത്തിലുള്ള റോഡുകളുമുണ്ട് വികസനം. അദ്ദേഹം പറയാം, ഒരു കാര്യം കൂടെ പറയട്ടെ, 224 കോടി രൂപ ഇന്നലെ ഇറക്കി വിട്ടു. ഈ 9 വർഷം ഭരിച്ചപ്പോ ഈ ഇവരുടെ തന്നെ MLA-ക്ക് ഈ പണം കൊടുക്കാഞ്ഞിട്ട് അദ്ദേഹം മാറി മത്സരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 2000 കോടിയുടെ ഒക്കെ കണക്ക് നേരത്തെ LDF ഒക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു മണ്ഡലത്തിൽ. എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ കൊടുത്ത് ഈ കഴിഞ്ഞ ആഴ്ച ഹൈവേക്ക് വേണ്ടി മാറ്റി വെച്ചു ഇപ്പൊ പറയണത്. ഇത്രയും നാളും ശേഷം പൈസ കൊടുത്തു അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ 1 വർഷം കൊണ്ട് എല്ലാം ചെയ്യുന്നു പറഞ്ഞത്. നന്നായിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. കാട്ടുശല്യമായാലും വികസന ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യമായാലും ഈ മൃഗശല്യം മാറ്റുക എന്നുള്ളത് തന്നെയാണ്, ഈ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് സംസ്ഥാനത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.